കുറച്ച് ദിവസമായിട്ട് ഞങ്ങളെ വീട്ടിലിപ്പോൾ ഓരോ പണികളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചുമരിൽ വോൾട്ടൈൽ ഒട്ടിക്കുന്നതിൻ്റെ. അതിൻ്റെ പൊടിയും എല്ലാം ഒന്ന് ഒതുങ്ങി വന്നപ്പോഴാണ് ഞങ്ങൾ അടുത്ത പരിപാടിയിലേക്ക് കടന്നത് പെയിൻറ്റിങ് തുടങ്ങി കഴിഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് വീട് മൊത്തം അടുക്കി പെറുക്കി തല കുത്തനെ മറയ്ക്കണം. അപ്പോൾ ഇത് വന്നിട്ട് ഞങ്ങളെ റൂമാണ്. ഞങ്ങളെ റൂമിലെ പണികളൊക്കെ കഴിഞ്ഞു. ഏകദേശം ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ ഡെയിലി ഞാൻ ക്ലീൻ ചെയ്യും, എല്ലാം ഒന്ന് റീസെറ്റ് ചെയ്ത് ഒക്കെ ഒന്ന് ഒതുക്കും. കാരണം നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ ടയർഡായി പോവും. അപ്പോൾ ഓരോ ദിവസം കഴിഞ്ഞാൽ ഓരോന്നായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒതുക്കി വരും. എന്നാലും ഡെയിലി കിടക്കാൻ രാത്രി ഒരു നേരമാവും. കാരണം നമുക്ക് അവർ പോയി കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഈ ഒതുക്കലും പരിപാടിയൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ രാത്രി ഈ പെയിൻറ്റിൻ്റെ സ്റ്റെയിനൊക്കെ ടൈലിൽ വീണിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യാൻ മക്കളുണ്ടായിരുന്നു എൻ്റെ കൂടെ. ഒരാൾക്ക് പനിയായിരുന്നു, എന്നിട്ടും അവൾ വന്ന് കുറേ നേരം വെറുതെയൊക്കെ തന്നു. അങ്ങനെ ഹോളിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ മെയിനായിട്ട് പുറത്ത് ആണ് പെയിൻ്റ് അടിക്കാനുള്ളത്. പിന്നെ അതുപോലെ വിൻഡോസ് അതൊക്കെ ലാസ്റ്റേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അത് വേറൊരു പണിയാണ്. ലാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വിൻഡോ ഒക്കെ വരുതിയിട്ടാണല്ലോ അവർ പെയിൻ്റ് അടിക്കുക. അപ്പോൾ പിന്നെയും ഇതേപോലെ തന്നെ പൊടി കയറും. അപ്പോൾ ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ ആണ് ആദ്യം കണ്ടത്, മക്കളുടെ ഫോട്ടോസ്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ ഒരു ഫോട്ടോ കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്. അതുപോലെ വേറൊരു ഫോട്ടോസും ഉണ്ട്. അപ്പം ഞാനിത് അടുക്കളയിൽ നമ്മളെ റാക്ക് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു റാക്ക് അടുക്കളയിലുണ്ടെങ്കിൽ നമുക്കത് വലിയ പണിയാണ്. കാരണം വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ മണ്ടയിലുണ്ടാവും. അപ്പോൾ ഈ കാണുന്ന ഫീഡിങ് ബോട്ടിൽ കണ്ടോ, എൻ്റെ മക്കൾ ചെറുതാവുമ്പോൾ അവർക്ക് യൂസ് ചെയ്തതായിരുന്നു. അപ്പോൾ അതുവരെ അതിൻ്റെ മണ്ടയിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ കുറേ ആയി നമ്മൾ ലാസ്റ്റ് ടൈം പെയിൻറ്റ് ചെയ്തിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളൊക്കെ ഒതുക്കി മുകളിൽ കയറ്റിയതാണ് അതൊക്കെ. അതെല്ലാം കുറേ ഇറക്കി അവിടെയൊക്കെ കുറേ ഒഴിവാക്കി. പിന്നെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും മാത്രമായിട്ട് നമ്മളവിടെ സെറ്റ് ചെയ്തു. കാരണം ഇനിയിപ്പോൾ അടുത്ത പെയിൻറ്റിങ് സമയം ആകുമ്പോഴേക്കും അവിടെ മൊത്തം നിറയും. അപ്പോൾ നോക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു സൺഡേ ആണ്. പക്ഷെ അതിന് മുമ്പ് ഉള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തത് ഈ പറയുന്ന ഈ ഒതുക്കലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ സൺഡേസിൽ വർക്ക് ഉണ്ടാവില്ലല്ലോ, പെയിൻറ്റിങ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടായിരുന്നു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഫോട്ടോസിൽ എനിക്കിഷ്ടപ്പെട്ട രണ്ടാമത്തെ ഫോട്ടോ ആണിത്. കാരണം നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നേരെ കാണുന്നത് ഈ ഒരു ഫോട്ടോ ആണ്. ആ ഫോട്ടോയിൽ കാണുന്ന കുഞ്ഞിപ്പുഴുവാണ് ആ തുള്ളി കളിക്കുന്നത്. അപ്പം നമ്മുടെ ഷോക്കേസും കാര്യങ്ങളും, ഇത് അമ്മേൻ്റെ പൂജാ ഏരിയ ആണ്. അവിടെയൊക്കെ ക്ലീനാക്കി എല്ലാം ഓൾറെഡി എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പണികൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത ക്ലീനിങ് തുടങ്ങി. റൂമൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ ഉച്ചക്കത്തെ പണികൾ നോക്കണം. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ ഫോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഇവളുടെ ഈ ഡാൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ അതൊന്നും ഇടരുത് കേട്ടോ വീഡിയോ എടുക്കുമെന്ന്. പക്ഷെ ഞാനതെല്ലാം കയറ്റുന്നുണ്ട്, അവർക്ക് ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി. അങ്ങനെ ഒരു സെറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിൻ്റെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അപ്പം തന്നെ വേഗം കഴുകി തീർത്തു. കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൂടി വരിക എന്നുള്ളത് കുറയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ ഒരു ചക്ക കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇടിച്ചക്ക എന്ന് പറയാൻ പറ്റില്ല. ഇടിച്ചക്കേൻ്റെ നമ്മളെപ്പോഴും ഇടിച്ചക്ക തോരൻ വെക്കുക ഒരു ചെറിയ ചക്കയല്ലേ, ഇത് കുറച്ച് വലുപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ ചക്കേൻ്റെ ഇതിൽ ഞാനൊരു ചെറിയ കത്തിയൊക്കെ എടുത്തിട്ടാണ് അത് കട്ട് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് കത്തിയിലൊന്നും ഒതുങ്ങില്ല എന്ന്. അങ്ങനെ ഞാൻ വലിയ കൊടുവാൾ എൻ്റെ അടുത്ത് വന്നു. കാരണം എനിക്കിതിങ്ങനെ കട്ട് ചെയ്തിട്ട് അമ്മ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മുറിച്ച് തരാൻ നിനക്ക് പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്കതൊന്നും വിഷയമില്ല, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞതാണ്. പക്ഷേ അതും വെച്ച് ഞാൻ കുറച്ചധികം കഷ്ടപ്പെട്ടു അത് മുറിച്ചെടുക്കാനായിട്ട്. നമ്മളിതിൻ്റെ ഒരു പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് മുഴുവനായിട്ട് വെച്ചിട്ട് കഴിക്കാൻ മാത്രം ആളുകളൊന്നും ഇവിടെ ഇല്ല. പക്ഷേ എന്നാലും വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ചക്കയുടെ തോരൻ, ഇടിച്ചക്കത്തോരൻ അങ്ങനെയാണ് പറയുക. അങ്ങനെ ഞാനിത് ഇതേപോലെ ചെറുതാക്കി സ്ലൈസ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ചില ആളുകൾ ഇത് സാധാരണ പാത്രത്തിൽ അങ്ങനെ വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി. കുക്കറിൽ ഇടുന്നവരുണ്ട്. ഞാൻ കുക്കറിലായിരുന്നു ഇട്ടുണ്ടായിരുന്നത്, കാരണം കുറച്ചധികം ഉണ്ടല്ലോ. അങ്ങനെ കുക്കറിലിട്ടു. കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരൊറ്റ വിസിൽ മതി. ചില ചക്ക വല്ലാതെ അങ്ങ് വെന്തലിയും. ഇതിപ്പോൾ എങ്ങനത്തെ ചക്കയെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിൽ നല്ലോണം ചവണി ഉണ്ടല്ലോ, അതൊരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ആ ഒരു ഇടിച്ചക്കപ്രായമൊക്കെ കഴിഞ്ഞ ചക്കയാണ്. അതിൽ ചക്കക്കുരുവൊക്കെ വന്നിട്ട് ഭയങ്കര ഹാർഡാവാൻ തുടങ്ങി.
അപ്പോൾ അതിൻ്റെ ഇടയിൽ മക്കൾ ഇതാ പെയിൻറ്റിങ്, രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചിത്രം വരയ്ക്കുക, പെയിൻറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവർ ഓരോ വീഡിയോ ഒക്കെ യൂട്യൂബിൽ കണ്ടിട്ട് ചിത്രം വരച്ച് കൊണ്ടുവന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ ഇടിച്ചക്ക അവിടെ വെന്തിട്ടുണ്ട്. ഒറ്റ വിസിൽ കുറച്ച് കൂടിപ്പോയോ എന്ന് എനിക്ക് തോന്നി, കാരണം നന്നായിട്ടൊന്ന് വെന്ത പോലെ ഉണ്ടായിരുന്നു. മിക്സിയിൽ സാധാരണ ചെറിയ ചക്കയാണെങ്കിൽ നമുക്കിത് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരൊറ്റ ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഒലർന്ന പോലെ നിൽക്കും. പക്ഷേ ഇത് ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ നമ്മുടെ ചെറിയ അമ്മി നമ്മളിങ്ങനെ ഇടിക്കുന്ന ചെറിയ സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ ഒരു പാത്രത്തിലിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുക ചെയ്തത്. എന്നിട്ട് നമ്മൾ തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് ജീരകം ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഒതുക്കി കടുക് പൊട്ടിച്ചു, വറ്റൽമുളക് ഇട്ടു, കരിവേപ്പില ഇട്ടു. എന്നിട്ട് അതിലേക്ക് ഈ മിക്സ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ ഇടിച്ച് വെച്ചിരിക്കുന്ന ചക്ക അതിലേക്ക് ഇട്ട് കൊടുത്തു. അത്രയേ ഉള്ളൂ, വേറെ വലിയ പരിപാടിയൊന്നുമില്ല. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ടേസ്റ്റ് ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അതേ ഒരു ഇതിലാട്ടോ ഞാൻ ഉണ്ടാക്കി. എല്ലാവരും ഒരു ഇതിങ്ങനെ ആയിരിക്കും ഉണ്ടാക്കുക, പക്ഷേ എനിക്ക് അമ്മ ഇത് ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇരുന്ന സമയം അപ്പോഴാണ് അമ്മ പറയുന്നത് അവർക്കിന്നൊരു ഫങ്ഷന് പോകാനുണ്ടെന്ന്. വീട്ടിലൊന്നും ഏട്ടൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മയും മക്കൾ രണ്ടുപേരും കൂടെ പരിപാടിക്ക് പോയി. അപ്പോൾ ഞാനുണ്ടാക്കിയ ഫുഡ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ ഇവരെ ഒരുക്കാൻ നിന്നപ്പോഴേക്കും എൻ്റെ ചെമ്മീൻ കറിയൊക്കെ ആകെ വറ്റി. അപ്പോൾ എല്ലാവരും പോയ സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേഗം ഭക്ഷണം കഴിച്ചു. കാരണം പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരൊക്കെ വന്നു. അപ്പോൾ കുറച്ച് നേരം കിടന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങി. ഇപ്പോൾ ഈ പണിയൊക്കെ ആയിട്ട് രാവിലെ അങ്ങനെ കിടക്കാനൊന്നും സമയം കിട്ടാറില്ല. അപ്പോൾ അന്ന് ഞാൻ എന്തായാലും നന്നായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് കുറേ നേരം ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു മന്ദതയാണ്. അപ്പോൾ ആ മന്ദതയിൽ കുറച്ച് നേരം ലൂക്കാച്ചൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ അടുത്ത പരിപാടി കോഫിയാണ്. ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് കോഫിയോട് വല്ലാത്തൊരു ഭ്രാന്തായിട്ടുണ്ട്. കോഫി ഇല്ലാതെ ഒരു ദിവസം ഒരു തരം എന്താ പറയുക, അഡിക്ഷൻ ആയിട്ടുണ്ട്. ചില ദിവസം ഞാൻ കഴിക്കണ്ടെന്ന് വിചാരിക്കും, പക്ഷേ എങ്ങനെയെങ്കിലും എനിക്കത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഒരു തലവേദനയൊക്കെ വരുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ പിന്നെ എങ്ങനെയാലും ഞാൻ കോഫി ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ വൈകുന്നേരം ആയപ്പം മക്കൾ രണ്ടുപേരും ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ നമ്മുടെ കൊലായിലൊക്കെ ആകെ എല്ലാ പെയിൻറ്റിങ് പണി സാധനങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു ഏരിയ നമ്മൾ ഒതുക്കിയിട്ട് കാര്യമില്ല, കാരണം ഡെയിലി അവരെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ ഒതുക്കാൻ നിന്നില്ല. രാത്രി ആയപ്പോൾ ഏട്ടൻ ചെന കറി, ഒരു മസാല കറി പോലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശമാവ് ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് ദോശയും ചുട്ടു. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഏട്ടനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ കറി എത്ര തവണ വേണമെങ്കിലും ഏട്ടൻ കഴിച്ചോളും. അപ്പോൾ രാത്രി ഞാനും ദോശയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.